നമസ്കാരം. നമ്മളങ്ങനെ വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 27 സർഗങ്ങളാണ് പിന്നിട്ടത്. 27ാം സർഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. വിശ്വാമിത്ര മുനി ശ്രീരാമന് ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും പ്രദാനം ചെയ്യുന്നതായിട്ട് പരാമർശിക്കുകയുണ്ടായി. ഓരോരോ അസ്ത്രങ്ങളുടെ പേരുകൾ എടുത്ത് നമ്മൾ പറയുകയും ചെയ്തു. ഈ അസ്ത്രങ്ങളുടെ യൂസേജ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ തികച്ചും നമുക്കറിയില്ലായിരിക്കാം. എന്നാൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ നോളജ് എത്രമാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ആ ഓരോ അസ്ത്രങ്ങളെക്കുറിച്ചും നമുക്ക് തരുന്ന വിവരണം. ഇനി നമ്മൾ 28ാം സർഗത്തിൽ, കാരണം ഒരുപാട് ദിവ്യമായ വെപ്പൺസ്, ആയുധങ്ങൾ നമുക്ക് വിശ്വാമിത്ര മുനി ശ്രീരാമചന്ദ്രനെ ഉപദേശിച്ചു കൊടുത്തു. ആ ദിവ്യമായ അസ്ത്രങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ തൻ്റെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക്, മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പുട്ട് ഇറ്റ് ഡൗൺ ഓൺ ദ ബ്രെയിൻ, നമ്മുടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഓരോ വിധിയും ഡ്രില്ല് ചെയ്ത് വെക്കേണ്ടത്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ നമുക്ക് പിന്നീട് എപ്പോഴാണോ അത്തരം അസ്ത്രങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് എങ്കിൽ അപ്പോൾ അത് എടുത്ത് ഉപയോഗിക്കണം. അതാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും മഹനീയത. അതായത് ഗുരുനാഥന്മാർ പലതും നമുക്ക് ഉപദേശിച്ചു തരുന്നതായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ഇറ്റ് ഡൗൺ ഓൺ അവർ മൈൻഡ് ആൻഡ് ഇന്റലിജൻസ്, നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു ഗുരുനാഥൻ പഠിപ്പിച്ച സകലവിധ പാഠങ്ങളും ഒരു പരീക്ഷ വരുന്ന സമയത്ത് പല കുട്ടികൾക്കും എങ്ങനെയാണ് ഇത് എടുത്ത് ഉപയോഗിക്കുക? കുറേ ഇക്വേഷൻസൊക്കെ പഠിച്ചു വെക്കും, പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ഒക്കെ മറന്നു പോവുകയും ചെയ്യും, അല്ലേ? അങ്ങനെയല്ല, പഠിക്കേണ്ടത് പഠിക്കേണ്ട പോലെ പഠിക്കുകയും അത് മനസ്സിലേക്ക് ഇംപ്രിന്റ് ചെയ്യുകയുമാണെങ്കിൽ അതൊരിക്കലും മറക്കുകയില്ല. ഇവിടെ ശ്രീരാമചന്ദ്രൻ അതാണ് ചെയ്തത്. അതെല്ലാം തന്നെ മനസ്സിലേക്ക് ആണ് സ്റ്റോർ ചെയ്തത്. ഇനി ഈ അധ്യായത്തിൽ പറയുന്നത്, ഇത്തരം വിദ്യകളൊക്കെ നമുക്ക് സ്വായത്തമാക്കിയാലും ചിലപ്പോൾ നമുക്കെതിരെ വരുന്ന അസ്ത്രങ്ങൾ ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. അതായത് അസ്ത്രങ്ങളെ ഉപസംഹരിക്കാനുള്ള വിദ്യ കൂടി 28ാം സർഗത്തിൽ വിശ്വാമിത്ര മുനി ശ്രീരാമചന്ദ്രനെ ഉപദേശിക്കുന്നുണ്ട്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആരോസ്. നമുക്ക് എങ്ങനെയാണ് ആരോസുകളെ ഡിസോൾവ് ചെയ്യുക? ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ ഡിസോൾവ് ചെയ്യേണ്ടി വരും, അല്ലേ? ഡിസ്ചാർജ് ഇപ്പോൾ നമ്മൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിലൊക്കെ കണ്ടില്ലേ, ചില അസ്ത്രങ്ങളെയൊക്കെ പാലസ്തീൻകാർ ഡിസ്ചാർജ് ചെയ്തു തനിക്കെതിരെ വരുന്നത്. അപ്പൊ ഈ വിദ്യ അന്നേ അവര് സ്വായത്തമാക്കിയിരുന്നു. ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകൾ തൻ്റെ രാജ്യത്തിനെതിരെ വരുമ്പോൾ ആകാശത്ത് വെച്ച് തന്നെ അത് നിഷ്പ്രഭമാക്കുന്ന വിദ്യ ഇന്നിപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ ചരിത്രാദ്യ കാലം നമുക്ക് പറയാം, ഈ ത്രേതായുഗ കാലഘട്ടത്തിലൊക്കെ ഇതിൻ്റെ വിദ്യകൾ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പരാമർശിക്കുന്ന 28ാം അധ്യായത്തിൽ. അവിടെയും അതിൻ്റെ മെത്തേഡ് ആൻഡ് ടെക്നോളജി ഓഫ് അത് എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുക, അത് നമുക്കത് അറിയില്ല. എന്നാൽ അത് ആ സമ്പ്രദായം അക്കാലത്തും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ രാമായണത്തിൽ ഇങ്ങനൊരു സർഗം തന്നെ എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ വാൽമീകി ഋഷിക്ക്, അല്ലേ? അപ്പൊ എന്തായാലും അസ്ത്രങ്ങളെ ഉപസംഹരിക്കാനുള്ള മന്ത്രങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കാകുത്സ്ഥൻ അഥവാ രാമചന്ദ്രൻ അസ്ത്രങ്ങളെ സ്വീകരിച്ച ആ പ്രസന്നമുഖനുമായ അദ്ദേഹം ഇത് വീണ്ടും ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലൂടെയും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വിശ്വാമിത്രനോട് പറഞ്ഞു, ഭഗവാനെ മുനിപുങ്കവ, അല്ലേ, അസ്ത്രങ്ങൾ ഗ്രഹിച്ച എന്നെ ഇപ്പോൾ ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയുകയില്ല. ചെറിയൊരു അഹങ്കാരം തോന്നുന്നുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് അസ്ത്രങ്ങളെ ഉപസംഹരിക്കുന്ന വിദ്യ കൂടി എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി. അങ്ങനെ വിശ്വാമിത്ര മുനി ചില
ഉപസംഹാര വിദ്യ മന്ത്രങ്ങൾ ഉപദേശിക്കുകയാണ്. അതിൻ്റെയൊക്കെ പേരുകളാണ് വാൽമീകി എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ തരാൻ നിർവാഹമില്ല. എന്തായാലും ഉപസംഹരിക്കാനുള്ള വിദ്യയുടെ ഒന്ന് പറയുന്നത് സത്യവത് എന്ന് പറഞ്ഞ ഒരു വിദ്യയാണ്. സത്യവത് എന്ന് പറഞ്ഞ ഒരു വിദ്യയാണ്. ഇത് നമുക്കറിയില്ല. പിന്നെ പറയുന്നു സത്യകീർത്തി എന്നൊരു വിദ്യ പറയുന്നു. അതുപോലെ ദൃഷ്ടം ഒരു വിദ്യയെക്കുറിച്ച് പറയുന്നു. രംഭസം എന്ന് പറഞ്ഞ വിദ്യയെക്കുറിച്ച് പറയുന്നു. പിന്നെ പ്രതിഹാരതരം മറ്റൊരു വിദ്യയാണ്. പരാമുഖം എന്ന് പറയുന്നു. അതുപോലെ അവാങ്മുഖം. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയില്ല. അവാമുഖ വിദ്യ കൊണ്ട് തനിക്കെതിരെ വരുന്ന അസ്ത്രങ്ങളെ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? ലാക്ഷാക്ഷം മറ്റൊന്നാണ്. വിക്രമം, അതുപോലെ ദൃഢനാഭം, സുനാഭം, പിന്നെ ദശാക്ഷം, ഒരുപാട് വരുന്ന അസ്ത്രങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു പേരുണ്ട് സതവക്ത്രം എന്ന്. സതവക്ത്രം ഒക്കെ ഒരുപാട് അസ്ത്രങ്ങൾ ഒറ്റയടിക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ദശശീർഷം, അതുപോലെ സതോദരം, ജ്യോതിഷം നമ്മളിപ്പോൾ പറയുന്ന ജ്യോതിഷമല്ല, ഇതിങ്ങനൊരു ടെക്നോളജി ഉണ്ട്. പത്മനാഭം, അതുപോലെ മഹാനാഭം, കൃതനം, ദ്വന്ദ്വനാഭം, ഈ ഭയങ്കരമായ സൗണ്ട് ഉപയോഗിച്ച്, സുനാഭം. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ മാനസികാസ്ത്രങ്ങളെ നൈരാശ്യം ഒരസ്ത്രമാണ്. നൈരാശ്യം, വിമലം, മഹാനാഭ, സുനാഭകം, ഇങ്ങനെ ഒരുപാട് അസ്ത്രങ്ങളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള വിദ്യകൾ ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു. രാഘവൻ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ കാകുൽസ്ഥൻ സന്തുഷ്ടനായി എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ഇവരൊക്കെ ഇച്ഛാരൂപികളായ ദൃശാശ്വപുത്രന്മാരുടെ രൂപത്തിലാണ് ഇവരൊക്കെ വന്നു നിൽക്കുന്നത്. അപ്പൊ ഇത് വിശ്വാമിത്ര മുനി പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെ ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ വന്ന് നമിച്ചു നിന്നു, ഇവരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ അസ്ത്രങ്ങളെ, ഞാൻ പറഞ്ഞ മൂർത്തിഭാവങ്ങളാണ്. ഡിസ്ചാർജ് ചെയ്യുന്നവരും തൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നു. അതൊക്കെ ഓരോരോ മിലിറ്ററി ഓഫീസേഴ്സ് ആയിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. അവരൊക്കെ കൈകൂപ്പി തല കുമ്പിട്ട് ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ നിന്ന് ശ്രീരാമചന്ദ്രനോട് മധുരമായിട്ട് സംസാരിച്ചു എന്നാണ് വാൽമീകി പറയുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ്? നരസാർദൂല, ഞങ്ങളിതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും. ഈ ഡിസ്ചാർജിങ് ആയുധങ്ങളൊക്കെ വന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നു, നിങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുക, എൻ്റെ മനസ്സിൻ്റെ അകത്തളത്തേക്ക്, ഇന്നർ ഡയമെൻഷനിലേക്ക് കയറിയിരിക്കണം. എനിക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളെല്ലാം പുറത്തേക്ക് വന്ന് എനിക്കെതിരെ വരുന്ന ആയുധപ്രയോഗങ്ങളെ തടഞ്ഞു നിർത്താനും നിങ്ങൾ തയ്യാറാവേണ്ടതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പം ഇങ്ങനെ അസ്ത്രവിദ്യയും ഉപസംഹാര വിദ്യയും ശ്രീരാമചന്ദ്രന് വിശ്വാമിത്ര മുനി ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഒരു സംശയം വരാം, ഈ അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെ ശ്രീരാമചന്ദ്രൻ്റെ ഒപ്പമുള്ള ലക്ഷ്മണനെയും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഉണ്ട്. ഓരോരുത്തർക്കാരെ പഠിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ ഈ ശ്രീരാമചന്ദ്രൻ ഇതെല്ലാം ഉപദേശിച്ചതിന് ശേഷം പിന്നീട് ഈ ഉപസംഹാര വിദ്യകളടക്കം ലക്ഷ്മണനെയും വിശ്വാമിത്ര മുനി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇമ്പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. എ ടീച്ചർ ഷുഡ് ബി ഇമ്പാർഷ്യൽ എന്നാണല്ലോ അല്ലേ? ടീച്ചർക്ക് വേണ്ട ചില യോഗ്യതകളുണ്ട്. ടീച്ചർ ഷുഡ് ബി റിസോഴ്സ്ഫുൾ, ടീച്ചർ ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ്, അല്ലെ? ബോണഫൈഡ്, impartial, should be able to impart knowledge,
ഇതൊക്കെ ഒരു ഉത്തമ ഗുരുവിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് ലക്ഷ്മണനെയും ഈ വിദ്യകളൊക്കെ അതേ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഉപദേശിച്ചു കൊടുത്തു എന്ന. അങ്ങനെ അതെല്ലാം കിട്ടി. രാഘവൻ ഈ അസ്ത്രവിദ്യകളെ ഗ്രഹിച്ചു. വളരെ സന്തോഷത്തോടെ അങ്ങനെ അവർ വെല്ലെ ആ വനപ്രദേശത്ത് നിന്ന്, നമ്മളിപ്പോൾ ഒരു കാട്ടിലാണല്ലോ, ഈ ആരണ്യം അല്ലെങ്കിൽ ഈ വനപ്രദേശത്ത് നിന്ന്, അത് അതിഘോരമായ വനപ്രദേശമായിരുന്നു ഈ താടകാവനം. ആ താടകാവനത്തിൽ നിന്ന് അവർ സാവധാനം പുറത്തേക്ക് കടന്നപ്പോൾ വളരെ അധികം ഭംഗിയുള്ള, ചാരുതയുള്ള, ബ്യൂട്ടിഫുള്ളായ ഒരു ഭൂപ്രദേശം കാണാനിടയായി. ആ ഭൂപ്രദേശം കണ്ടപ്പോൾ രാമചന്ദ്രൻ ചോദിക്കുന്നു, ഭഗവാനെ, ഇത് ആരുടെ ആശ്രമ സ്ഥലമാണ് ഈ കാണുന്നത്? ഇത്രയും പവിത്രവും ഒരുപാട് പൂക്കൾ വിടർന്ന് ഒരുപാട് തോപ്പുകളായി കാണുന്ന ഈ ദിവ്യമായ സ്ഥലം ഏതോ ആശ്രമസ്ഥാനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ആരുടെ ആശ്രമസ്ഥാനമാണ്? സത്യം പറഞ്ഞാൽ ഈ അന്ധകാരം പിന്നിട്ട് വളരെ നല്ലൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മുനികുമാരന്മാർ അല്ലെങ്കിൽ ഈ ശ്രീരാമചന്ദ്രകുമാരന്മാർക്ക് ഇത് ഏതാ ആ സ്ഥലം പോലും അറിയില്ല. നമ്മളിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കുമല്ലോ, അപ്പോൾ ഇവിടെ ഇന്ന സ്ഥലത്താണ്, ഇത് ഇന്നതാണ്. അപ്പോൾ ഇനി അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ശ്രീരാമചന്ദ്രൻ കാരണം ഒരു സെർച്ചിങ് ക്വസ്റ്റ് ഉള്ള ആളാണല്ലോ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ് അങ്ങോട്ട്, ഈ പ്രദേശം ഏതാണ്? സത്യം പറഞ്ഞാൽ അത് സിദ്ധാശ്രമമാണ്, അവിടേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യാഗരക്ഷയ്ക്കായിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സർഗത്തിൽ സിദ്ധാശ്രമവും സിദ്ധാശ്രമത്തിന്റെ ഉൽപ്പത്തിയും കാര്യങ്ങളും ഒക്കെയാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഈ സർഗം ഉപസംഹരിക്കുകയാണ്. ഇനി അടുത്ത 29-ാം സർഗത്തിലാണ് സിദ്ധാശ്രമ വർണ്ണനയൊക്കെ. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു, ഈ കഥകളൊക്കെ സിമ്പിളായി ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് കഴിയുന്ന അത്രയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.